ജിത്തുഭായ്, യെസ്, ഞാൻ കുറച്ച് ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല. എന്തൊക്കെയാ നടക്കണേ? എല്ലാം നടക്കണം നമ്മുടെ നാട്ടില്. ആൾക്കാരെ നടത്തിക്കാണ്. ബൺമസ്ക് നടക്കുന്നു, ചിക്കിങ്ങിൽ ഓഫർ നടക്കുന്നു. ഇനിയിപ്പോ 8-ാം തീയതി നിങ്ങളാളെ വിധി വരാൻ പോണു. ഏട്ടന്റെ വിധി നിങ്ങളത് 8-ാം തീയതിയാണ്, ഡിസംബർ വിധി. കേരളത്തിൽ എന്തൊക്കെയാ, ഈ കൊച്ചു കേരളത്തില് എന്തൊക്കെയാ സംഭവം? കുറഞ്ഞ ആഴ്ചകൾ കൊണ്ടാണ് നമ്മുടെ നാട്ടിന്റെ വലിയ ഞാനാണ് പ്രശ്നം. ഞാൻ പോയതോട് വിട്ട് ആകെ മൊത്തം സീനായി. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ചിക്കിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, ചിക്കിങ് ഒരു ഓഫർ ഇട്ടു. അവരുടെ 25th ഓക്കെ ഇയർ സെലിബ്രേഷന് ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു, ഓഫർ ഇട്ടിട്ട് 499 രൂപയ്ക്ക് 25 പീസ് ചിക്കൻ, 25 at 499 എന്ന് പറഞ്ഞിട്ട് അവരുടെ 25ാമത് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഈ മാസം 24 മുതൽ 30 വരെ എന്നാണ് അവരുടെ, ഞാൻ ഈ ഫ്ലെയർ ഇവിടെ വയ്ക്കുന്നുണ്ട്, അതിൻ്റെ വീഡിയോ സൈഡിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് 25 പീസ് ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോവും. ബ്രോസ്റ്റഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ 500 രൂപയ്ക്ക് ഒരു ബ്രാൻഡ് തന്നെ 25 പീസ് 500 രൂപയ്ക്ക് തരുന്നത്. ഇവിടെ നോർമലി ഒരു ഫുൾ ബ്രോസ്റ്റിന് കൊടുക്കണം 380-400 റുപ്പീസ് നോർമൽ ഒരു ബ്രോസ്റ്റിന്, അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ. അപ്പോൾ ചിക്കിങ് നമുക്ക് അങ്ങനത്തെ വിലയ്ക്ക് ഒരു സാധനം തരിക എന്ന് പറയുമ്പോഴത്തേക്ക് ആളുകൾ ഇടിച്ച് കയറും. ഇതിൽ തന്നെ നോക്കേണ്ട ഒരു കാര്യം, 15 പീസ് ഹോട്ട് വിങ്സും 5 പീസ് ചിക്കനുമാണ്. 5 പീസ് ചിക്കനാണ്, ബാക്കി 15 ഹോട്ട് വിങ്സും 15 സ്ട്രിപ്സും ആണ്. അതായത് 25 പീസ് ചിക്കൻ അല്ല, ഫുൾ ആ മീറ്റ് അല്ല കിട്ടുന്നത്, വിങ്സും സ്ട്രിപ്സും ആണ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ് 5% GST എന്നുള്ള സൈഡിൽ ഡിക്ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാനറൊക്കെ നല്ല അടിപൊളിയായി അടിച്ചിട്ടുണ്ട്, പക്കയാണ്. പിന്നെ കുറേ വീഡിയോസ് ഇവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുമുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്യിച്ച 1-2 വീഡിയോയിൽ ഒന്ന് രണ്ടല്ല കേട്ടോ, കണ്ടമാനം വീഡിയോസ് ഇത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അവിടെ ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ കുറേ പേര് പറയാലോ, ഒരു ബ്രാൻഡ് ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണ്ടത്തെ പോലെ മറ്റേ പേപ്പറിൽ ഫ്ലെക്സ് അടിക്കുക അല്ലെങ്കിൽ റോട്ടിൽ ഒട്ടിച്ച് വയ്ക്കുക, ഇതൊന്നും അല്ല. ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട്, അതും ഫുഡ് വ്ളോഗേഴ്സിനെ കൊണ്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുന്നവരെ കൊണ്ട് വീഡിയോ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഡബിൾ ട്രിപ്പിൾ അത്ര റീച്ചാണ്. ഓക്കെ, അപ്പോൾ കുറേ പേര് വീഡിയോ ചെയ്തു, ഇത് കണ്ടിട്ട് കുറേ പേര് ചിക്കിങ്ങിലോട്ട് പോയി. മോസ്റ്റ് മെജോറിറ്റിക്കും ഈ ഒരു ഓഫർ കിട്ടിയിട്ടില്ല. അതാണ് വിഷയം. ഇത്രയും വലിയൊരു ബ്രാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ എന്താ പറയുക, ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്തൊരു, സിസ്റ്റമാറ്റിക് അല്ലാത്തൊരു ഓഫർ ഇടുന്ന സമയത്ത് ആ ബ്രാൻഡിന്റെ വാല്യൂ പറ്റി ഇടിഞ്ഞു പോവല്ലേ ചെയ്യുന്നത് അല്ലേ? അവരെന്നെ ഇട്ടൊരു അപ്പോളജി നോട്ട്, ഇത് മലപ്പുറം ചിക്കിങ് എന്ന് വന്നതാണ്. We sincerely apologize due to the anniversary offer. Some items are currently out of stock. We are working hard to restore them as soon as possible. The offer will continue once the items are available again. Please kindly check availability before visiting the outlet. For any queries, you may contact എന്നൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിക്കിങ് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. പിന്നെ ചിക്കിങ്ങിൻ്റെ തന്നെ ചിക്കിങ് ഇന്ത്യ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ പേജിൽ വി ആർ സോറി ആൻഡ് വി ആർ കമ്മിങ് back better. The crowd was unstoppable and the love was unbelievable for our 25th anniversary offer. Because of heavy rush and huge demands, we are truly sorry that we couldn't serve everyone the way we want to. To ensure a smoother experience and make the offer available to all, we'll pausing it starting today. But here's the good news. We are bringing it back December 1 to 22nd. അതായത് ഡിസംബർ 1 മുതൽ 22 വരെ ഉള്ളതിലേക്ക് അവർ മാറ്റി. ആൻഡ് ഓൺലി മൺഡേ, തിങ്കളാഴ്ച ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടുക എന്ന് പറഞ്ഞിട്ട് അവരൊരു എക്സ്പ്ലനേഷൻ നോട്ട് ചിക്കിങ് ഇന്ത്യയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാനിവിടെ സൈഡിൽ വെക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ഇതാണ് ചിക്കിങ്ങിൽ നിന്ന് കിട്ടിയ പീസ് ഉണ്ട്. ഇത് വൺ ഓഫ് മൈ ഫോളോവർ അയച്ചു തന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. ചിക്കിങ് അവർക്ക് കിട്ടിയ, അവർ മേടിച്ച 15 പീസ് എന്നുള്ളത് കിട്ടിയവരുണ്ട് അല്ലേ? കിട്ടിയവർ കുറച്ച് പേര് കേട്ടോ, വളരെ കുറച്ച് പേരാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. കിട്ടിയവരൊക്കെ പറയുന്നുണ്ട്. ചിലർ ഓൺലൈൻ കിട്ടിയെന്ന് പറയുന്നുണ്ട്, ചിലർ അവിടെ പോയ സമയത്ത് കിട്ടിയെന്ന് പറയുന്നുണ്ട്, കുറച്ച് ആളുകൾ. പക്ഷെ മോസ്റ്റ് മെജോറിറ്റി ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഓഫർ കിട്ടിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞത് കിട്ടിയില്ല. അധികം ആളുകൾക്കും കിട്ടിയില്ല. അവർ 3 മണിക്ക് പോയാൽ പറയും 6 മണി എന്ന് പറയും, 6 മണിക്ക് പോയാൽ 9 മണി പറയും, 9 മണിക്ക് പോയാൽ കൂട്ടിയും കിടക്കും. ചിലർ ഫാമിലി ആയിട്ട് പോവും. ലാസ്റ്റ് ഫാമിലി ആയിട്ട് പോകും. ഒന്നാഴ്ച കാറിലൊക്കെ ഫാമിലി ആയിട്ട് ചെല്ലുന്ന ഒരാൾ, ഭാര്യയും കുട്ടികളും അവനും മക്കളും എല്ലാവരും കൂടി ചെന്നിട്ട് ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങി പോരാൻ പറ്റുന്ന സ്ഥിതി ഇല്ലല്ലോ. കുട്ടികൾക്ക് ഈ ചിക്കിങ് ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് തന്നെ അതെന്താണ്, കുട്ടികൾക്കാണത് കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു സാധനം.
അപ്പോൾ ഇവർ അവിടുന്ന് 499 കൊടുത്ത് ഇനി അടുത്ത ഹോട്ടലിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് 1000-2000 അവിടെ ചെലവാക്കി തിരിച്ചു വരും. 499 25 പീസ് തിന്നാൻ പോയിട്ട്. പിന്നെ അത് ഭയങ്കര ബിസിനസ് അല്ലേ, അത് ഭയങ്കര സംഭവം. അങ്ങനെ പൈസ പോയ കുറേ ആൾക്കാരുണ്ട്, അവിടെ ഇരുന്ന് പിന്നെ കഴിച്ചിട്ട് പോയ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ പോയി ഇത് കിട്ടാത്ത കുറച്ച് പേരുടെ വീഡിയോസ് ഉണ്ട്, അത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഇല്ല അല്ല, ഇന്നലെ വന്നപ്പോൾ അതുപോലെ പറഞ്ഞത് കണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ കാര്യം. തിരുവല്ല ചിക്കിങ് കേട്ടോ. ഇവിടുത്തെ ചേട്ടൻ സ്ഥിരമായിട്ട് പറയും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പം എല്ലാവരും കണ്ടല്ലോ. ഇതാണ് ആട് കൊടുക്കും, ആള് വരും, ഇവിടെ സ്റ്റോക്ക് ഇല്ല. സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാണ്ട്. ഇത് തിരുവല്ല ചിക്കിങ് ആണ്, തിരുവല്ലയിലെ ചിക്കിങ്. ഈ ചേട്ടൻ നല്ല സ്ഥിരമായിട്ടില്ലെന്ന് പറയും. ഇന്നലെ 3 വട്ടം വന്നു, 3 വട്ടം ഇല്ലായിരുന്നു, ഇന്നും ഇല്ല. ആരും ഇത് കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അതെ ചേട്ടാ, ഈ ഓഫറില്ലേ ഇവിടെ? അടിപൊളി, ഇവിടെ ഇല്ല. വാ, സ്റ്റോക്ക് ഔട്ടാണ്. ഹൈലൈറ്റ് മാളിലത്തെ ചിക്കിങ്ങിൽ കിട്ടാണ്ട് നമ്മുടെ തൃശ്ശൂർ ടൗണിലുള്ള ചിക്കിങ്ങിലേക്ക് വന്നത്. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കണം. മറ്റേ 499 മറ്റേ ഓഫർ സാധനം ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. അപ്പം നമ്മൾ നമ്മുടെ ഈ സ്പോട്ടിലുള്ള ചിക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ഹൈലൈറ്റിലുള്ള ചിക്കിങ്ങിലേക്കും പോയി ഈ സ്പോട്ടിലേക്കും വന്നു. പക്ഷെ എന്തൊരു ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും ഈ തന്നെയാണ്, സെയിം അവസ്ഥയാണ്. എവിടെ പോയാലും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കഴിഞ്ഞു 25-ാം വർഷത്തെ വാർഷികം പ്രമാണിച്ച് കോട്ടയത്ത് ചിക്കിങ്ങിലേക്ക് പോയാൽ ചിക്കൻ അല്ല അവിടുന്ന് പറയിപ്പിക്കരുത്. ഈ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ എന്തോ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. ഇന്നലെ രാത്രി തൊട്ട് കുറെ പിള്ളേർ എനിക്ക് അയച്ചു തരുമോ, ബ്രോ ഇങ്ങനെ ഓഫർ ഉണ്ട് നമുക്ക് പോയി കഴിച്ചാലോ. മയിര് കിട്ടും, മയിര് ചുമ്മാ ആൾക്കാരെ ഒമ്പിപ്പിക്കാനായിട്ട് ഓഫേഴ്സ് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട്. ഇപ്പൊ ഞങ്ങൾ 100 രൂപയുടെ പെട്രോൾ അടിച്ചു ഇവിടെ ഏറ്റുമാനൂർ ചിക്കിങ് വന്നേക്കുവാ. ഒട്ടുമിക്ക എല്ലാ ചിക്കിങ്ങിലും ഇതേ അവസ്ഥ തന്നെ. അവര് അങ്ങനെ ഓഫർ ഇല്ലാന്നല്ല പറഞ്ഞു, ആ ഓഫർ അവിടെ തന്നെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഫുഡ് ബ്ലോഗേഴ്സ് എല്ലാം ചെന്ന് വീഡിയോ എടുത്തു. ഇപ്പൊ നോക്കിയപ്പോൾ 3-4 പേര് അത് തിരിച്ച് ആർക്കീവ് ചെയ്തു, വീഡിയോ ആർക്കീവ് ചെയ്തു. 599 രൂപ മാത്രം. എവിടെയാണെന്നല്ലേ? നമ്മുടെ സ്വന്തം ചിക്കിങ്ങിലെ. ഞാനിപ്പോ നിൽക്കുന്നത് തിരുവല്ല ചിക്കിങ്ങിലാണ് കേട്ടോ. ഇപ്പൊ ചിക്കിങ്ങിൽ വന്നാലേ 25 പീസ് ചിക്കന് 400. വീഡിയോ സ്കിപ്പ് ചെയ്ത് നമ്മുടെ ചിക്കിങ്ങിൽ 499 വെറും 499 റുപ്പീസ് 25 പീസ് ഫ്രൈ. എന്റെ പൊന്നു ബ്രോ, ഈ വീഡിയോ വന്ന സമയത്ത് തന്നെ ഞാൻ അതിന്റെ കാര്യം തിരക്കി. അപ്പോഴേ പറഞ്ഞു എല്ലാ ഔട്ട്ലെറ്റിലും സാധനം തീർന്നു പോയി പറയുന്നു. ഇപ്പൊ ചെന്ന് വരുമ്പോ ഔട്ട്ലെറ്റ് ഞങ്ങൾ ചെന്നു. അപ്പൊ കുറെ പേര് അത് വീഡിയോ ചോദിക്കുന്നുണ്ട്, കുറെ പേര് ചിക്കൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം പറയുന്നത് എന്തുവാ, ഇത് തീർന്നു പോയി, ഈ ഓഫറിലുള്ള ചിക്കൻ തീർന്നു പോയി. അവര് ഓഫർ എഴുതി ഒട്ടിച്ചിട്ടാണല്ലോ ചിക്കൻ വെക്കുന്നത്. അതായത് ഇന്നത്തേക്ക് ഓഫറിന് വെറും 300 പീസ് അങ്ങനെ ഓഫർ എഴുതിയാണല്ലോ വെക്കുന്നത്. അപ്പൊ എന്തായാലും കിട്ടുന്നുണ്ട് ആവശ്യത്തിന്. എനിക്ക് ഇതൊന്നും വിശ്വസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ചുമ്മാ പൈസ കളഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അത്രയുള്ളൂ പറയുന്നത്. കോട്ടയം, തിരുവല്ല, തൃശ്ശൂര്, മലപ്പുറം എല്ലായിടത്തും അവസ്ഥ ഒന്ന് തന്നെ. അതായത് ഞാൻ പറഞ്ഞ ഒരു ഓഫർ ഇടുമ്പോൾ ഒരു ബ്രാൻഡ് ആദ്യം ചെയ്യേണ്ടതെന്താ, ഫസ്റ്റ് ചെയ്യേണ്ടതെന്താ, ഫ്ലെക്സും സാധനമൊക്കെ അടിച്ച് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് അത് ഡെലിവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ലേ നിങ്ങൾ ആദ്യം നോക്കണ്ടേ. ശരിക്കും ആ ബ്രാൻഡിന് തന്നെ ചിക്കിങ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ഈ കൊറോണ സമയത്തൊക്കെ നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് ചിക്കിങ് എന്ത് ചെയ്തിട്ടുണ്ട്, മേടിച്ച് കഴിച്ചിട്ടുണ്ട്. കാരണം ആ ടൈമിൽ വരെ അവർ ഭയങ്കര അല്ലേ പക്കയായിട്ട് ആക്റ്റീവായിട്ട് കാര്യം പ്രൈസ് ലേശം ഹൈ കൂട്ടി വെച്ചെങ്കിലും അവർ ഭയങ്കര ആക്റ്റീവായിട്ട് ആ ബ്രാൻഡ് അന്ന് സാധനങ്ങൾ അവൈലബിൾ ആക്കിയിരുന്നു. ചില സമയത്ത് ഞാൻ ഇപ്പോഴും പോയിട്ട് മിനി ബർഗേഴ്സും സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട്. കൊറോണ സമയത്ത് അധികം ഏറ്റവും കൂടുതൽ കഴിച്ചത് ചിക്കിങ് ആണ്. അപ്പോൾ ഒരു ബ്രാൻഡ് കുറേ വർഷമായിട്ട് എടുത്ത ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ബ്രാൻഡിന് ഒരു ക്രെഡിബിലിറ്റി. നമ്മൾ ഇതുവരെ അങ്ങനെ ചിക്കിങ് എന്നൊരു പഴയ സാധനം ഇപ്പൊ KFCന്റെ അടക്കം പല വീഡിയോസും നമ്മൾ കാണാറുണ്ട്. എന്തിനധികം പറഞ്ഞാൽ മലപ്പുറത്ത് KFC പൂട്ടി പോയിട്ടുണ്ട്. ഇന്നുവരെ ആക്റ്റീവായി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ചിക്കിങ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ബ്രാൻഡിന് ഇങ്ങനത്തെ ഒരു പ്രൊമോഷണൽ സാധനം വെക്കുമ്പോൾ അവര് മേക്ക് ഷുവർ ചെയ്യണമായിരുന്നു 4 പോസ്റ്റർ അടിച്ച് 10 പേരെ കൊണ്ട് വീഡിയോ ചെയ്യിച്ച് അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തി അവരൊക്കെ നിങ്ങളുടെ സ്റ്റോറുകളിലേക്ക് വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഇത് വരുന്ന 100 പേരിൽ 2-3 ആൾക്ക് നിങ്ങൾ എന്ത് കൊടുത്താൽ പോരാ, ഓഫർ കൊടുത്താൽ പോരാ. മാത്രല്ല എന്താ പറയുക, വരുന്ന ആളുകളൊന്നും എവിടുന്ന് ചിക്കൻ കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു വഴിയില്ലാത്തവരൊന്നും അല്ല, ഇത് ചിക്കിങ് ആയതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഓടി പിടിച്ച് വരുന്നത്. അത് മാത്രല്ല, ഇനിയിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ പലരും കമന്റ് ചെയ്യുക ഓഫർ ഒന്നും കണ്ടാണ് പോവാൻ നിൽക്കണോ, ഓഫർ ഒന്നും കണ്ടാണ് മേടിക്കുക. അംബാനി അദാനി ആണെങ്കിൽ പോലും ഒരു ഓഫറിൽ ഒരു സാധനം 10 രൂപ കുറഞ്ഞ് കിട്ടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു നേച്ചറാണത്. പ്രത്യേകിച്ച് ഒരു ബ്രാൻഡ് സാധനം നമുക്ക് 10 രൂപ കുറവ് കിട്ടി അല്ലെങ്കിൽ 10 രൂപ കുറച്ച് നമുക്ക് തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പോയി വാങ്ങും. മനസ്സിലായില്ല. അപ്പൊ പിന്നെ
ഏറ്റവും സാധാരണക്കാരൻ ആവറേജ് ലിവിങ് സ്റ്റൈലുള്ള ഒരാൾക്ക് 1000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 500 രൂപയ്ക്ക് തരാം, അതും ക്വാണ്ടിറ്റി 1000-ന്റെ ക്വാണ്ടിറ്റി തരാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പോയി വാങ്ങും. അതിന് ഇത്ര വലിയ തെറ്റുള്ള കാര്യമോ അതൊരു മോശപ്പെട്ട പരിപാടിയോ അല്ല. പിന്നെ അവിടെ ചെന്ന് അടി അലമ്പ് ഉണ്ടാക്കുന്നത് ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഇത് വളരെ മാന്യമായിട്ട് ഓസിന് പോയി ചോദിക്കുന്നതല്ലോ, കയ്യിൽ 500 രൂപ എടുത്തു കൊടുത്തിട്ട് അവര് പറഞ്ഞ പ്രൊമോഷനിൽ സാധനം തരുമെന്നല്ലേ ചോദിച്ചേ. നിങ്ങൾ വരൂ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത്, അല്ലാതെ വെറുതെ വഴി കൂടെ പോകുമ്പോൾ കയറുന്നതല്ലോ. ഇതെന്തറിയോ, ഇതിപ്പോ ഒരു 100 പേർക്ക് അല്ലെങ്കിൽ 200 പേർക്ക് ഡെലിവർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു കൗണ്ട് വെക്കുക. അപ്പൊ ഞങ്ങളെ സ്റ്റോറിൽ നിന്ന് ഇന്ന ദിവസം ഇന്ന സമയത്ത് 10 പേർക്ക് 20 പേർക്ക് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊരു രസമാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർ വന്നിട്ട് പിന്നെ അത് അടിയോ തല്ലോ ആയോ അത് വേറെ സ്കീം. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് ഇത് വരുന്ന എല്ലാവർക്കും കൊടുക്കുന്ന പറഞ്ഞു, ആ ദിവസങ്ങളിൽ വരുന്ന എല്ലാവർക്കും ഇത് കൊടുക്കും ഡെലിവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതാ ഞാൻ കമന്റ് ബോക്സ് ഞാനിവിടെ വെക്കുന്നുണ്ട്. കമന്റ് ബോക്സ് ഇതാ, നിങ്ങൾക്ക് കമന്റ് ബോക്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ഇതെല്ലാം ബ്രാൻഡിനുള്ള അടിയാണ്, മനസ്സിലായില്ല? ആ ബ്രാൻഡ് ഇപ്പൊ ചിക്കിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇത്ര വർഷങ്ങൾ കൊണ്ട് ബിൽഡ് ചെയ്തെടുത്ത അവരുടെ ക്രെഡിബിലിറ്റിയാണ് അവിടെ എന്ത് ചെയ്ത് നഷ്ടപ്പെട്ടു. ഒറ്റ ഒരു പ്രൊമോഷൻ സാധനം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. അത് വേറെ ആരും ഉണ്ടാക്കണല്ല, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ക്രെഡിബിലിറ്റി കളയുന്നത്. അതെ, അതായത് ഞാൻ ഒരു കാര്യം പറയാം, ഒരു സിസ്റ്റം ഇല്ലാത്ത ഒരു 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 പ്രോപ്പറായിട്ടുള്ള ഒരു വർക്കിംഗ് സംഗതി ഇല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനത്തെ ഒരു എക്കോ സിസ്റ്റം ഇല്ലാത്തൊരു ബ്രാൻഡാണെങ്കിൽ ഞാനിത് പറയില്ലായിരുന്നു. ചിക്കിങ്ങിന് നാട് നീളം എന്തുണ്ട്, സ്റ്റോറുകളുണ്ട്, വർക്ക് ചെയ്യാൻ ആളുകളുണ്ട്, പ്ലാൻ ചെയ്യാനും അത് പ്രൊമോട്ട് ചെയ്യാനും ആളുകളുണ്ട്, നിങ്ങൾക്ക് ഇത്രയും റിസോഴ്സ് ഉണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ കൊടുത്ത വാക്ക് നിങ്ങൾ പാലിക്കുക എന്നുള്ളൊരു അല്ലേ, അത് ഭയങ്കരല്ലേ. ഇതുവരെ കൊടുത്തിട്ടുള്ള ഓഫേഴ്സ് ഒന്നും ഫെയിൽ ആവുകയൊന്നും ഉണ്ടായിട്ടില്ല. ചിക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് വരുന്നത്, അത് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ ദിവസം ഉണ്ട് ഓഫർ, അങ്ങനെ വെച്ച് അവർ ഓഫർ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ വിശ്വാസ്യത ചിക്കിങ്ങിനുള്ളതുകൊണ്ടാണ് ചിക്കിങ് അഗൈൻ ഇങ്ങനത്തെ ഒരു ഓഫർ ഇടുമ്പോൾ ആൾക്കാർ പോണേ. അല്ലാതെ സാധാരണ KFCക്കോ മെക്കിനോ അങ്ങനെ വലിയ വലിയ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് ഒന്നും ഇല്ലാത്ത ഓഫറാണ് ശരിക്കും ചിക്കിങ്ങിന് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചിക്കിങ് അങ്ങനെ ഡേ ഓഫേഴ്സ്, സ്പെഷ്യൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഓഫേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന ടീമാ. അപ്പൊ അതിനൊരു ആ ഓഫർ കൊടുക്കുന്നതിൽ അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട്, അതാണ് ഇല്ലാതായി പോയി ഇപ്പോൾ. അതാണ് ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചത്. അല്ലാതെ ഇവിടെ പോയി ഇപ്പോൾ നാട്ടുകാർ വീഡിയോ ഇട്ടു അല്ലെങ്കിൽ വേറെ ആൾ പോയി വീഡിയോ ഇടാനുള്ള കാരണം എന്താണ്? അവർ കരുതി കൂട്ടി ബ്രാൻഡിനെ പൊളിക്കാൻ വേണ്ടി ഇടുന്നല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം ഞാൻ ഈ ഒരു പ്രൊമോഷൻ കണ്ട് ചിക്കിങ്ങിൽ പോയി, ഞാൻ പോണത് കാറിലോ ബൈക്കിലോ ആയിക്കോട്ടെ, എന്താണെങ്കിലും 200-300 രൂപയ്ക്ക് എണ്ണ അടിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അത്ര വാക്കബിൾ ഡിസ്റ്റൻസിലുള്ളവർക്ക് പോവാം. അല്ലാതെ പക്ഷം നമ്മളത് എന്ത് ചെയ്യണം, എണ്ണ അടിച്ചിട്ട് തന്നെ പോകണം. പിന്നെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു ആംബിയൻസ് വൈബൊക്കെ ആയിട്ട് പോകും, അതുകൊണ്ട് ഇല്ലാതാവും. ഈ നാട്ടില് ഫ്രൈഡ് ചിക്കൻ ഐറ്റംസ് ഉള്ള ഷോപ്പുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ ഉണ്ടാക്കി തന്ന, നമ്മളിടയിൽ ഉണ്ടാക്കി തന്നൊരു വിശ്വാസം ഉണ്ട് അതിന്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇടിച്ചു കയറിയാണ്ട് വരുന്നതും. അപ്പോൾ അതില്ലാതെ ആക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ വിജയ മച്ചാൻ്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, ചിക്കിങ്ങിന് 499 ഓഫർ ആരൊക്കെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, പറ്റിക്കപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടണേ. ആദ്യം കമൻറ്റ് ഇടാൻ പോകുന്നത് ഞാനായിരിക്കും, എനിക്ക് കിട്ടി. എൻ്റെ പൊന്നു ബ്രോ, അവർ ഓഫർ ഇടുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ചാടി കയറി. ഞാൻ പോയി, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കഴിക്കാനൊക്കെ വിചാരിച്ചിട്ട്, കാരണം കുറേ നാളെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇത്ര റേറ്റ് കൂടുതൽ ഇത്രയും ഐറ്റംസ് 24-25 പീസ് കിട്ടുമെന്നൊക്കെ പറയാം. നമ്മൾ പോയപ്പം ആദ്യം ഞാൻ പോയത് നമ്മുടെ തിരുവല്ലയിലാണ്. തിരുവല്ലയിൽ പോയപ്പം അവിടെ സാധനമില്ല, തീർന്നു പോയെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ ചങ്ങനാശ്ശേരിക്ക് പോയി. നേരെ ചങ്ങനാശ്ശേരിക്ക് അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു സാധനം കിട്ടിയിട്ടില്ല. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ, എന്തായാലും പോയതല്ലേ, പിള്ളേരോടൊക്കെ പറഞ്ഞെന്ന് വെച്ച് ഞാൻ അവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് 1070 രൂപയുടെ 15 പീസിൻ്റെ ഞാൻ മേടിച്ചു. എക്സ്ട്രാ ഒരു 100 രൂപയും കൂടി കൊടുത്ത് മയോണീസ് ഞാൻ മേടിച്ചു. ഒരു മയോണീസിന് 25 രൂപ എന്തോ ആണ്. അങ്ങനെ ഞാൻ മേടിച്ചു. എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ ഒരു തന്ത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവർ ഈ സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്തായാലും വാങ്ങാൻ വേണ്ടി പോവാം. അപ്പം എന്തായാലും ചെന്നതല്ലേ എന്ന് ഓർത്ത് ഓൾറെഡി നമ്മൾ സാധനം മേടിക്കും. അപ്പം ഇനി ഇങ്ങനെയുള്ള ഉടായ്പ് കാര്യങ്ങൾ ദൈവത്തെ ഓർത്ത് പ്രമോഷൻ കൊടുക്കരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ രീതിയിൽ പരസ്യം കൊടുക്കാം. എന്തിനാണ് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഉടായ്പ് കാണിക്കുന്നത്? കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക എന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. അവിടെ ചെല്ലുമ്പോൾ സാധനം കിട്ടിയില്ല, എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തിനാണ് ഈ ഓഫർ കൊടുക്കുന്നത്? ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ചിക്കനും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനിതൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു. ഞാൻ ഇന്നലെ ചിക്കിങ്ങിന് കയറി പോയിട്ട് അവിടെ ഈച്ചയൊക്കെ ഇരിക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടു. അപ്പോൾ എന്ന് പറഞ്ഞു ബ്രോ ഞങ്ങൾക്ക് ആർക്കും സാധനമില്ല. ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമേ കിട്ടാത്തേ ഉള്ളൂ. ഇത് കേരളത്തിലെ മിക്കവാറുള്ള എല്ലാ സ്റ്റോറുകളിലും സാധനമില്ല, തീർന്നു പോയെന്നാണ്. ഇപ്പം ചെല്ലുന്ന ഒരാളോട് പറയുകയാണ് സാധനം തീർന്നു കേട്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മേടിക്കുന്നത് എന്താ, എന്നാൽ പിന്നെ ഇപ്പോഴത്തെ ഓഫർ നോക്കി സാധനം മേടിക്കാം. ഇതാണ് ഇവന്മാർ ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് ഇങ്ങനത്തെ ഓഫറോ കാര്യങ്ങളും കാണുമ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് പൈസ കൊടുത്ത് അവർക്ക് പൈസ മേടിച്ച് അവർ ചെയ്യുന്നതാണ്. അവർ ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ ഫുഡും കാര്യങ്ങളും കാണും, അവർക്ക് കൊടുക്കും.
പിന്നീട് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇൻഫ്ലുവൻസറിന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം. കാരണം ഒരാൾ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അവർക്ക് ആ പ്രൊഡക്റ്റുകളെല്ലാം കൊടുക്കും. പിന്നീട് അവരത് കൊടുക്കുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യില്ല. അതാണ് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയിലേക്ക് പോകാതിരിക്കുക മാക്സിമം. ഓഫർ ഇടുവാണെങ്കിൽ അവരോട് ഓഫർ ഇട്ടുകൊണ്ടിരുന്നോട്ടെ. ദൈവത്തെ ഓർത്ത് ചിക്കിങ്ങിലേക്ക് ഈ ഓഫറും പ്രതീക്ഷ ആരും പോകരുത്. നിങ്ങളോട് അവർ പറയും സാധനം തീർന്നു പോയി. അതായത് ഇതിന് വേറൊരു ടിസ്റ്റ് ഉണ്ട്. ഞാൻ സ്റ്റോറി ഇട്ടത് ഇൻസ്റ്റയിൽ ഒരു ചങ്ങായിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, സായി ബ്രോ ഞങ്ങളവിടെ ചെന്ന സമയത്ത് സാധനമില്ല, ഓഫർ സാധനമില്ല, ഓഫർ അല്ലാത്ത സാധനമുണ്ട്. അപ്പോൾ ഈ ഓഫർ സാധനം അപ്പോൾ അവർ ഏത് ക്വാളിറ്റി കോഴി, അത് പഴയ കോഴിയാണോ അതോ മോശപ്പെട്ട കോഴിയാണോ? ഈ ഓഫർ സാധനത്തിന് എന്താ ഒരു കടയിൽ ഒരു സാധനം ഓഫറിന് കൊടുക്കണമെന്ന് പറയുന്നു, അന്ന് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയും. എന്നാൽ അതേ കടയിൽ വേറെ ഓഫേഴ്സും പല സാധനങ്ങളും. അപ്പൊ അതിലെന്താ വ്യത്യാസം? മനസ്സിലായോ? അങ്ങനെയാണ് എനിക്ക് വേറൊരാൾ മറ്റേ ഫോട്ടോ അയച്ചത്, ബില്ലും ഫോട്ടോ അയച്ചിട്ട് ഇതാണ് ഇതിന്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞത്. വിസിബിളി നമുക്ക് അതിന്റെ നമുക്ക് ക്വാളിറ്റി ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാൽക്കുലേഷൻ തെറ്റിയതാവോ? ശരി. അതായത് അവർ വിചാരിച്ചിട്ടില്ല 25 പീസ് 500 രൂപ എന്ന് പറയുമ്പോൾ ഇത്രയും ആള് തള്ളി കയറി വരും എന്നുള്ളത്. പക്ഷെ അതൊരു വിചാരിക്കണ്ടേ? പോലീസ് വരെ വന്നിട്ടുണ്ട് ചില സ്റ്റോറിൽ നിന്ന്. ഞാൻ അതിന്റെ വീഡിയോയുടെ സൈഡിൽ വെക്കുന്നുണ്ട്. പോലീസുകാർ വന്നിട്ട് ആൾക്കാരെ ഒഴിപ്പിച്ചു വിടേണ്ട അവസ്ഥയായി എന്നുള്ളത്. അല്ല ഞാൻ പറയും, ഇത് വലിയ സീനല്ലേ? ഇപ്പൊ ഒരാൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ ഞാൻ എന്താണെങ്കിലും ചിന്തിക്കും ഫോർ ഷുവർ. അതായത് ഞാനൊരു സ്റ്റോറിൽ ചെന്നു, 25 പീസ് 500 രൂപയ്ക്ക് കിട്ടുന്ന ഓഫർ ഇല്ല എന്ന് പറഞ്ഞു എന്നോട്. അവിടെ പറയാണ് അവിടെ സ്റ്റോക്ക് ഇല്ല, അവിടെ ഒരു സാധനമില്ല, ഞങ്ങൾ പൂട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. അല്ല ഇപ്പൊ മലപ്പുറം കാണിച്ച പോലെ ഇവിടെ ഒന്നും ഇല്ല, ഞങ്ങളതിലൊന്നുമില്ല, ഞങ്ങൾ സ്റ്റോക്ക് ഔട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് അതിന് പകരം വേറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഈ സ്ട്രിപ്സും ഇതേ വിങ്സും ഇതേ പീസ്, അതാണ് അതിന്റെ ഹൈലൈറ്റ്. എനിക്ക് അതാണ് ചിക്കിങ് ഇന്ത്യയോടോ അല്ലെങ്കിൽ ചിക്കിങ്ങിന്റെ ടീമിനോടോ ചോദിക്കാനുള്ളത്. നിങ്ങളെ സ്റ്റോറിൽ ചിക്കന്റെ പീസ് അവൈലബിൾ ആണ്, വിങ്സ് അവൈലബിൾ ആണ്, സ്ട്രിപ്സ് അവൈലബിൾ ആണ്. പക്ഷെ അത് ഓഫറിൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതെന്താ? അപ്പൊ നിങ്ങൾ ഓഫറിൽ കൊടുക്കുന്ന എന്താ? ചെന്നിട്ട് 25ാമത്തെ വാർഷികല്ലേ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നൂടെ എന്ന് ചോദിച്ചതൊന്നല്ല, നിങ്ങളാണ് പറഞ്ഞത് ഞങ്ങൾ തരാൻ പോവാണ്. അല്ല, ഞാൻ അംബുജാക്ഷൻ ഇവിടെ 100 രൂപ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു, വാങ്ങാൻ വേണ്ടി. ചിക്കിങ് എന്ന വേദനിക്കുന്ന കോടീശ്വരൻ. അതെ, ചിക്കിങ് എന്ന് പറഞ്ഞ വേദനിക്കുന്ന കോടീശ്വരൻ ഇവിടെ 100 രൂപ വെച്ച് വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടു. KP അംബുജാക്ഷൻ, അംബുജ് ട്രെയിലേഴ്സ് 100 രൂപ തരും. അതുപോലെ ഒരു 500 രൂപ തരാം, ഒരു 25 പീസ് തരും. അല്ല എന്റെ ഡൗട്ട് ഞാൻ ചോദിക്കാണ്, അല്ലേ ആ സ്റ്റോറിൽ ബാക്കി ഉണ്ട്, സാധനം വിൽക്കുന്നുണ്ട്, പക്ഷെ ഓഫറിനുള്ള സാധനം. അപ്പൊ ഓഫറിന്റെ സാധനം എന്താ, എന്ത് ക്വാളിറ്റിയാ, അതെന്താ അതിന് വ്യത്യാസമുള്ളത്? അതിൽ മസാലയ്ക്ക് മാറ്റണ്ടോ, കോഴിക്ക് മാറ്റണ്ടോ? ചോദിച്ചൂടെ? ചോദിക്കും. അതോ ഇനി അവിടെ സാധനം ഇല്ലാണ്ട് നിങ്ങളപ്പോ ശരി മറ്റേ റേറ്റിന് കൊടുക്കുന്ന സാധനം എന്താന്നുള്ളതും സംശയമാണ്. അത് മാത്രല്ല, ഓഫറിനുള്ള സാധനം ഇല്ല, ബാക്കി സാധനം. ഇപ്പൊ ഇവൻ പറഞ്ഞ എന്താ, വിജയ മച്ചാൻ 1000 മേടിച്ചു. എനിക്ക് മെസ്സേജ് അയച്ച പലരും പറയുന്നതാ ഫാമിലിക്ക് ഞാൻ വേറെ മേടിച്ചു കൊടുത്തു, അവര് കഴിച്ചു പറയുന്നുണ്ട്. മക്കളെ പ്രതീക്ഷയുടെ കയറി വരല്ലേ, പിന്നെ മേടിച്ചു കൊടുക്കാം. അല്ല അപ്പൊ അവർക്ക് ഡൗട്ട്ഫുൾ ആയിക്കൂടെ? ഇത് നമ്മളൊക്കെ ഇവിടെ കേറ്റിയിട്ടേ നമ്മളൊക്കെ വേറെ സാധനം മേടിപ്പിക്കാനുള്ള ട്രിക്ക് വിചാരിക്കണോണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പൊ അങ്ങനെ നാട്ടുകാർ വിചാരിക്കും. അപ്പൊ അതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് നാളെ ബ്രാൻഡ് വരുന്നുണ്ടെങ്കിൽ ശരിക്കും വെറുതെ ഒരു സോറി ഒരു സാധനം ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഇതില് വേറൊരാള് എഴുതിയിട്ടൊരു ഇതുണ്ട് കേട്ടോ. ഇവിടെ ടുഡേ ഐ വാക്ക്ഡ് ഇൻ ടു ചിക്കിങ് ഫോർ 25th ആനിവേഴ്സറി. അപ്പോൾ വലിയൊരു പോസ്റ്റർ ഉണ്ട്, ആ പോസ്റ്ററിലുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതിന് കളർഫുൾ ബാനർ, ഹലാൽ ലോഗോ, അതൊക്കെ ഭയങ്കര ഹലാൽ ലോഗോ, കളർഫുൾ ബാനേഴ്സ്, GST 5% QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം അട്രാക്റ്റീവ് ആണ്, എല്ലാം അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ? സാധനം കൊടുക്കാനില്ല എന്നുള്ള രീതിയിൽ മോസ്റ്റ് പീപ്പിൾ എൻഡഡ് അപ്പ് ബൈയിങ് സംതിങ് എൽസ് ബിക്കോസ് ദേ ഹാഡ് ഓൾറെഡി റീച്ച് ദ ഔട്ട്ലെറ്റ് ആൻഡ് ഡിഡ് നോട്ട് വാണ്ട് ടു ലീവ് എംപ്റ്റി ഹാൻഡഡ്. അതാണ് സത്യം. ഇനി അടുത്തത്, ദിസ് ഈസ് ഹൗ പീപ്പിൾ ഗെറ്റ് ട്രാപ്ഡ്, ദിസ് ഈസ് ഹൗ ട്രസ്റ്റ് ഗെറ്റ്സ് ബ്രോക്കൺ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രസ്റ്റ് ബ്രോക്കൺ ആണ് അവിടെ. ആൻഡ് ടുഡേ ഐ സോ ഇറ്റ് ഹാപ്പൻഡ് അറ്റ് ചിക്കിങ് വിത്ത് മൈ ഓൺ ഐസ്. ഹിയർ ഈസ് ദ ട്രൂത്ത് every brand should remember. A poster easy to print, a offer is easy to advertise, but trust is hard to rebuild once it's broken. It was my experience today. I am sharing because customers deserve honesty and brands need to realize that people never forget how a business makes them feel. Did this happen to you at any outlet? If yes, comment your thoughts below. എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഒന്നുകൂടി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് സാധനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേപോലെ തോട്ട്സ് ആണ് എല്ലാവരും. അതായത് ബ്രാൻഡിന്റെ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഓഫർ ആര് നിങ്ങൾക്ക് ഈ സാധനം ചെയ്തു തന്നു? ഏത് ടീമാണ് നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെ എടുക്കണം എന്നുള്ളത്? കാരണം എന്താ അറിയോ,
25 പീസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലേ? പിന്നെ നിങ്ങൾ വേറെ ഓഫർ വെക്കല്ലേ? അല്ല ഇതിനേക്കാൾ എത്രയോ മാന്യത ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ഈ ഓഫർ നടത്താൻ പറ്റണില്ല, ഞങ്ങളിത് ക്ലോസ് ചെയ്തു, വേറെ ഓഫർ ഇല്ല, വേറെ ഓഫർ ഇല്ലാന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് പ്രശ്നം. നിങ്ങളുടെ പൈസക്ക് മേടിച്ചിട്ട് പോകുന്ന പിന്നെ സീൻ ഉണ്ടായിരുന്നില്ല. ഇത് വേറെ ഉണ്ട്, ആപ്പ് വഴി കൊടുക്കണം. പിന്നെ അത് ഹോം ഡെലിവറി കിട്ടിയവരുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ. ഇതെന്താ ചെയ്തിരിക്കണ അറിയോ? 100 ആള് പോയാൽ 10 ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു കൺഫ്യൂഷൻ വരും, കിട്ടിയെന്നും കിട്ടിയില്ല എന്നുള്ളൊരു ഐറ്റം വരുന്നുണ്ട്. 10 ആളോ 20 ആൾക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ല. അവിടെയാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇപ്പൊ 100 ആള് പോയിട്ട് 80 ആൾക്ക് കിട്ടി, 20 ആൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ ആരും ഇത് പറയില്ല. ഇതെന്താ? ഇത് ഈ നേരെ കൊടുത്തു, നിങ്ങൾ ഓഫർ കൊടുത്തു, 100 പോയ 80 കിട്ടിയില്ല, 20 ആൾക്ക് കിട്ടി. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഒരു ബ്രാൻഡ് പൊളിയുന്നത്. ഉള്ള കാര്യം പറയാമല്ലോ, ബ്രാൻഡിന്റെ ട്രസ്റ്റ് പൊളിയുന്നത്. ഞാൻ പറയുന്നത് അവിടുത്തെ ഫുഡ് അതിന്റെ സംഗതികളൊന്നും അല്ല, ട്രസ്റ്റ് ബ്രോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സീനുണ്ട്. ഇപ്പൊ ചിക്കിങ്ങിനെ പേടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഒരു കോഴി പോലും വറക്കണില്ല. ഓഫറിന് വിൽക്കും, അത് പേടിച്ചിട്ട് ചിക്കൻ ഇല്ലാത്താണ് പോകുമ്പോൾ പിടിക്കുന്നുള്ളൂ. എന്താണ് അവസ്ഥയാണ്. അത് ബ്രാൻഡുകളോടാണ് പറയുന്നത്, ഉണ്ടാക്കി ക്രെഡിബിലിറ്റി കളയാതിരിക്കുക, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന ക്രെഡിബിലിറ്റി അല്ല തോന്നുന്നു. ഇത് ഒരുപാട് ദിവസം കൊണ്ട് ബിൽഡ് ചെയ്തൊരു സാധനമാണല്ലോ, അത് ഒറ്റ ദിവസം കൊണ്ടാണ് പോകണത്. നിങ്ങൾ രണ്ടാമതും ഇപ്പം ഈ ഓഫർ ഡിസംബറിൽ ഇട്ട് തുടങ്ങുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും അല്ലേ എത്തിക്കാൻ നോക്കുക. ഈ കമന്റ് ബോക്സിൽ മറ്റേ കമന്റ് ഇടണ്ട, എന്ത് ഓഫർ കിട്ടിയാലും വാങ്ങൂ, മറ്റേത് മറിച്ച്. ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആട്ടുംകാട്ടം ഓഫറിന് കിട്ടിയാലും വാങ്ങുന്ന ആൾക്കാരാണ് മലയാളികൾ എന്നുള്ളത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ അത്യാവശ്യം ഓഫറിന് കിട്ടി എല്ലാവരും ചാടും, ഞാനും ചാടി കുറെ കുഴിപ്പോയി. പണ്ട് ഞാൻ ചാടിയുന്നില്ല സത്യം. ഇപ്പം എന്താ പറയുക, ഞാൻ ഓഫർ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കും, കൊള്ളാലോ നല്ല ഓഫറാണല്ലോ, മനസ്സിലായോ? നമ്മളെ ആ ഒരു മാനസികാവസ്ഥയാണ് എല്ലാരും മനസ്സിലാവസ്ഥ. അതെനിക്ക് മനസ്സിലായോണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഓഫറിന് കിട്ടി നമ്മള് വാങ്ങും. ഞങ്ങളിപ്പോ ഇത് കട്ട് ചെയ്തിട്ട് ഓഫറിൽ ഞങ്ങൾ സത്യം പറഞ്ഞു ചിക്കിക്കാൻ പോകണോ, ഇനി പുതിയ പോയി നോക്കട്ടെ, തുറന്നുണ്ടെങ്കിൽ ഓഫർ ഉണ്ടോ പറയാൻ പറ്റില്ലല്ലോ.